ആ ദേ അവരെത്തി. ഇവനെ പലയിടത്തും വിട്ടുകളഞ്ഞത് നിന്റെ കുഴപ്പം. അതൊക്കെ പറയാമേ, അവരെങ്ങനും കേട്ടാലേ അമ്മയുടെ കാരണം ബുദ്ധിയിൽ അടി വീഴും. അമ്മമ്മേ, മോളെ, ചെറിയമ്മേ, മോളെ. രാജു, നിനക്ക് അമ്മമ്മയുടെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു അമ്മമ്മേ. ഹാപ്പി ബർത്ത്ഡേ രാജു. താങ്ക് യു സർ. നോ സാർ, ചെറിയച്ഛൻ. രാജു, എന്റെയും പിറന്നാൾ ആശംസകൾ. താങ്ക് യു മാഡം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മാഡം. ഹാപ്പി ബർത്ത്ഡേ രാജു. താങ്ക്സ്. അച്ഛനോടെ ഇല്ലേ ചെറിയമ്മേ? ഉണ്ട് മോളെ, ഞാൻ ചേട്ടനെ വിളിക്കാം. എത്തിയോ? രാജുവിന് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. താങ്ക് യു സർ. നിനക്ക് എന്റെ വക ഒരു ചെറിയ സമ്മാനമുണ്ട്. എന്താടാ പിറന്നാൾ സമ്മാനം? ഈ വീടും പറമ്പും ഉൾപ്പെടെ എല്ലാ സ്വത്തുക്കളും ഇവന് എഴുതി കൊടുക്കോ? നീ വന്നപ്പോ പുറത്തൊരു കാർ കിടക്കുന്ന കണ്ടില്ലേ? ആ, അത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. അതാണ് ഇത്തവണത്തെ എന്റെ പിറന്നാൾ സമ്മാനം. കാറിന്റെ കീ. വാങ്ങിച്ചു. സർ, എനിക്ക് ഇത്രയും വലിയ പിറന്നാൾ സമ്മാനമൊന്നും വേണ്ട സർ. എന്താ രാജു ഇങ്ങനെ? പ്രതാപൻ നിന്റെ ബോസ് മാത്രമല്ല, നിന്റെ ഭാര്യയുടെ അച്ഛൻ കൂടിയാ. ആ കാറിന്റെ കീ വാങ്ങിയേ. സർ, ഞാൻ സാറിനെ ധിക്കരിക്കുന്നതല്ല. ആ കാറിനേക്കാളും എനിക്ക് വലുത് സാർ എനിക്ക് തന്ന ബൈക്കാ. എനിക്കത് മതി. എനിക്ക് അതിലെ യാത്ര ചെയ്യുന്ന ഇഷ്ടം. അത് നിന്റെ ഇഷ്ടം. കാർ സമ്മാനമായി തരണമെന്നത് എന്റെ ഇഷ്ടം. അത് തന്നെ. മന്ത്രി കസേര? അതെ. അവന്റെ അകാല മരണത്തോടെ ഒഴിവാകുന്ന സീറ്റിൽ മത്സരിച്ച് ജയിച്ച് നിനക്കൊരു മന്ത്രി ആയാൽ എന്താണെന്ന്. അമ്മേ, സത്യമാണോ പറയുന്നേ? അംബികാവർമ്മ ഇത്തരം കാര്യങ്ങളിൽ നുണ പറയാറില്ല. ഞാൻ മന്ത്രി, എനിക്ക് പറ്റിയ പ്രൊഫഷൻ. അഴിമതികളുടെ പേരും മഴയായിരിക്കും. 5 കൊല്ലേ ഞാൻ ഭരിക്കും. കാശ് വാരി കൂട്ടി ഞാനൊരു കോടീശ്വരനായി വല്ല ലണ്ടനിലേക്ക് പോകും. ലണ്ടനും ലഡാക്കും ഒക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആ, അവിടെ ഭക്ഷണത്തിന് സമയമായി. ചേച്ചി കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഇതെന്താ ബർത്ത്ഡേക്കാരൻ ഇങ്ങനെ നാണം കുണിയിരിക്കുന്നത്? ഇന്ന് രാജു അവിടുത്തെ VIP. പിറന്നാളുകാരന് വേണ്ടി ഉണ്ടാക്കിയ ഫുഡാ ഇന്ന് നമ്മളെല്ലാവരും കഴിക്കാൻ പോകുന്നത്. അല്ലേ അമ്മി? അങ്ങനെയല്ലേ? അതെ ഏട്ടാ. ഋതികെ, അച്ഛാ, നിന്റെ ഭർത്താവിനെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. രാജു പ്രതാപന്റെ PA ആണെന്നുള്ളത് വേറെ. നീ ഋതുമോളുടെ ഭർത്താവാ. അതായത് ഇവിടത്തെ മരുമകൻ. ഞങ്ങൾക്ക് നീ മോൻ തന്നെയാ.
രാജുവിന് കാറ് വേണ്ടാന്ന് പറഞ്ഞത് സത്യമായിട്ടാണോ? കാറ് വേണ്ടെന്ന് രാജു പറഞ്ഞില്ലല്ലോ. ബൈക്ക് ഇഷ്ടമാണെന്നാ പറഞ്ഞേ. കാറ് രാജു കൊണ്ടുപോകും. ഈ ഋതുമോളുടെ കയ്യിൽ ഏട്ടൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇവിടെ എത്രയോ കാറ് വെറുതെ കിടക്കുന്നു. ഈ കാറ് ഇടയ്ക്കെടുത്ത് ഓടിച്ചില്ലെങ്കിലേ അതിന്റെ എഞ്ചിൻ കേടായി പോവും. അതുകൊണ്ട് പറഞ്ഞതാ. അതമ്മ പറഞ്ഞ ശരിയാ. ഒരു ഡ്രൈവറുടെ മകനല്ലേ രാജു? ചെറുപ്രായം മുതൽ ബൈക്കും കാറും ഒക്കെ ഓടിക്കുന്ന രാജു. അവനെ ആരും വണ്ടിയുടെ കാര്യമൊന്നും പഠിപ്പിക്കണ്ട. അല്ല രാജു, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കാർ ഷെഡ് ഉണ്ടോ? ഇല്ല. എന്നാലേ വേഗം ഒരു കാർ ഷെഡ് പണിയിപ്പിച്ചു തരാം. കാർ ഷെഡൊന്നും വേണ്ട മേഡം. അതൊരു വാടക വീടാ. ഓ, രാജുവും കുടുംബവും പലിശക്കാരി രുക്മിണിയുടെ വാടക വീട്ടിലാ താമസിക്കുന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. അംബിക അല്ലെങ്കിലും പല കാര്യങ്ങളും മറന്നുപോകും. മറന്നുപോയ ചില കാര്യങ്ങളൊക്കെ ഞാനങ്ങ് ഓർമ്മിപ്പിക്കട്ടെ. അല്ല, വെറുതെ ഒരു രസത്തിനെ